ചേട്ടാ ചേട്ടാ എഴുന്നേൽക്ക് ചേട്ടാ. രാത്രി നടന്ന വിഷയം ഇവൻ്റെ അടുത്ത് പറഞ്ഞ വേണ്ട, പിന്നെ എനിക്ക് ഹാലിസിനേഷനാന്ന് ഇവൻ പറയും. രാത്രി ആരെങ്കിലും വീട്ടിലോട്ട് വിളിച്ചോ നീ? ഇല്ലല്ലോ. നീ ആരെങ്കിലും വരാൻ പറഞ്ഞോ? ഇല്ല, ചുമ്മാ ചോദിച്ചേ. നീ പോയി കാഫി ഇട്. ശരി. അമ്മ അയ്യോ. സൈഫാ. സ്വാമിയേ ശരണയ്യപ്പ, ഇന്ന് ആരുടെ അടുത്തും കൊട്ട് മേടിക്കാൻ പാടില്ല. നീതാ എന്നെ രക്ഷിക്കണം. അമ്മ ചേട്ടാ 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 ചേട്ടാ, എനിക്ക് രാകേഷിന് വേണം. നീ ആരാമ്മാ? ചേട്ടാ, എന്റെ പേര് കല്യാണി. എനിക്ക് രാകേഷിന് വേണം. ഇത് സ്വപ്നമോ? ഇത് സ്വപ്നമല്ല ചേട്ടാ, നിങ്ങളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കില്ല. ഒന്നെങ്കിൽ നീ സ്വപ്നം, ഇല്ലെങ്കിൽ എനിക്ക് ഹാലിസിനേഷൻ വന്നിരിക്കണം. അമ്മോ, എന്തിനാ അടിച്ച? നിങ്ങക്ക് വേദനിച്ചു ചേട്ടാ? പിന്നെ അടിച്ച വേദനിക്കില്ലേ? അപ്പൊ സ്വപ്നത്തിൽ അടിച്ച എങ്ങനെ വേദനിക്കും? നിങ്ങൾ തന്നെ പറയേ. അതെ, അതും കറക്റ്റാ. പക്ഷെ ഇത് സത്യമെന്ന് ഞാൻ വിശ്വസിക്കില്ല. സത്യം പറഞ്ഞാ വിശ്വസിക്കില്ലല്ലേ? വിശ്വസിക്കടാ, വിശ്വസിക്കന്നെ. തടിയാ, വിശ്വസിക്കടാ. സത്യമാണ് പറഞ്ഞതടാ, വിശ്വസിക്കുന്നേ. എന്താ ചേട്ടാ എങ്ങനെ നടന്നു വരുന്നേ? ഇന്നലെ രാത്രി വല്ലതും വഴക്കുണ്ടാക്കിയോ? ഞാൻ ആരെങ്കിലും അടിച്ച അവനല്ലടാ വേദനിക്കണ്ടേ, എനിക്കാടാ ഇപ്പൊ വേദന. അത് പിന്നെ നീ ആരെങ്കിലും 10 അടി അടിക്കുമ്പോ ഒരടിയെങ്കിലും നിന്റെ മേത്ത് വീഴണ്ടേ? പ്ലീസ് കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കടാ. ചേട്ടാ ചായ എടുക്കട്ടെ? രാകേഷ്, 2 പെണ്ണുങ്ങൾ ഇവിടെ വന്നെന്ന് പറഞ്ഞില്ലേ, അവളുമാരുടെ പേരെന്നാ? ആദ്യത്തെ പേര് കാവേരി, രണ്ടാമത്തെ പേര് കല്യാണി. എന്റെ പേര് കാവേരി എന്നാണ്. ചേട്ടൻ എന്റെ പേര് കല്യാണി. അവളുമാരുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? എന്താ ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമാണോ? ഉണ്ടോ ഇല്ലയോടാ? ഉണ്ട് ചേട്ടാ.
ചേട്ടാ എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമാണോ? എടാ പൊട്ടങ്ങനാപ്പാ, അവിടെ എവിടെയും ചുറ്റി ലാസ്റ്റ് പ്രേതങ്ങളെ വിളിച്ചോണ്ട് വന്നോടാ നീ. പ്രേതല്ലെന്നേ, അവര് നമ്മളെ പോലെ മനുഷ്യരാണ്. നിങ്ങൾക്ക് മെലിഷ്നേഷൻ വന്നെന്നാ തോന്നുന്നേ. ഡാ വൃത്തികെട്ടവനെ, എന്നെ ദേഷ്യം പിടുത്തല്ലേ. ഞാൻ പറയുന്നത് സത്യവാ. മിനിഞ്ഞാന്ന് കാവേരി, ഇന്നലെ കല്യാണി. എന്റെ റൂമിൽ വന്ന 2 പേര് എന്നെ അടിച്ച് കീറി. ശരി, വിശ്വസിക്കാം. ഇപ്പൊ എന്താ ചെയ്യാ? അതാടാ എനിക്കും മനസ്സിലാവാത്ത. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ആ? ഇന്ന് രാത്രിയും അവർ വരാൻ സാധ്യതയുണ്ട്. ആ? നേരിട്ട് അവരോട് തന്നെ ചോദിച്ചാലോ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്? എടാ ബുദ്ധി ഉണ്ടോടാ നിനക്ക്? ബുദ്ധിയുള്ളവൻ ആരെങ്കിലും ആ റൂമിൽ പിന്നെയും പോവോ? ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? ഡാ നാനി, നീയും ശിവയും എവിടെയാടാ? ചേട്ടാ എന്ത് പറ്റി? എല്ലാം സ്വപ്നം പോലെ ഉണ്ടടാ. ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ, ചേട്ടൻ അനിയൻ ബുക്ക് ചെയ്ത് ആ 2 പെൺകുട്ടികളെ ചേട്ടൻ ബുക്ക് ചെയ്തത്. അവർ ചേട്ടൻ്റെ അനിയൻ്റെ കൂടെ റൊമാൻസ് ചെയ്തു. ചേട്ടനെ പുറന്തള്ളുകയും ചെയ്തു. ഡാ ഞാൻ എന്താ പറയുന്നത്, നീ എന്താ മനസ്സിലാക്കുന്നത്? സുന്ദരിയായ പെൺകുട്ടിയാണെന്ന് പറയണു, പ്രേതമാണെന്നും പറയണു. എനിക്കൊന്നും മനസ്സിലാവുള്ള ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. പോടാ ശിവ, ഞാൻ പറയുന്നത് നീയെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? പ്രേതവും പിശാചൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്താ നടന്നെന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പിന്നെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മാറ്റർ ഒത്തിരി സീരിയസ് ആടാ. എത്ര ചെലവായാലും കുഴപ്പമില്ല, ഒരു മന്ത്രവാദിയെ നോക്ക്. എനിക്ക് പരിചയമുള്ളൊരു ആയുർവേദിക് ഡോക്ടറുണ്ട്. അവർ പാരമ്പര്യമായിട്ട് ഇതുപോലെ പ്രേതത്തെയും പിശാചിനെയും കുറിച്ച് റിസർച്ച് ചെയ്യുന്ന കുടുംബക്കാരാ. അദ്ദേഹത്തെ കണ്ട എന്തെങ്കിലും ഒരു പരിഹാരം കാണാതിരിക്കില്ല. പിന്നെ എന്തിനാടാ ലേറ്റ് ചെയ്യുന്നത്? വാ പോവാം. ആദ്യം ഡോക്ടർ ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കട്ടെ. ഹാ. ശരി, നിങ്ങൾ 2 കൈ നീട്ടിക്കേ. നിങ്ങൾ കുറച്ചു നേരം അങ്ങോട്ടൊന്ന് മാറി നീക്കേ. മിസ്റ്റർ രാകേഷ്, ഇങ്ങോട്ട് വരൂ. നിങ്ങളുടെ 2 കൈ ഒന്ന് നീട്ടാവോ? നിങ്ങൾ കുറച്ച് ആ ഭാഗത്ത് വെയിറ്റ് ചെയ്യേ. എന്തു പറ്റി ഡോക്ടർ? നിങ്ങളുടെ സ്വന്തം നാടേതാ? കൊച്ചിയിലെ ഒരു ചെറിയ ഗ്രാമം. രാകേഷ് നിങ്ങളുടെ ആരായിട്ട് വരും? അവൻ എന്റെ കൂടെ പറപ്പാ. എന്തു പറ്റി ഡോക്ടർ? എന്തെങ്കിലും പ്രോബ്ലം ആണോ? അയാൾക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അയാൾ തന്നെയാണ് പ്രോബ്ലം. പ്രോബ്ലമാ? മനസ്സിലായല്ലോ ഡോക്ടർ. നിങ്ങൾ അനിയനൊരു സാധാരണ മനുഷ്യനല്ല, അവനൊരു പ്രേതമാണ്. പ്രേതവാ? അതും വെറും സാധാരണ പ്രേതമല്ല, വളരെ ശക്തിയുള്ള പ്രേതമാണ്. നിങ്ങളെ കൈപിടിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല. For more updates, like, comment, subscribe to our channel.